ഹലോ, അങ്ങനെ നമ്മൾ കുറേ മാസങ്ങൾക്ക് ശേഷം ഗുരുവായൂർ പോയതാണ്. വ്യാഴാഴ്ച ദർശനമൊക്കെ കഴിഞ്ഞ് വീഡിയോ ഒക്കെ ഇപ്പോഴാണ് കേട്ടോ എഡിറ്റ് ചെയ്തിടാൻ പറ്റിയത്. നമുക്ക് തിരുവല്ലയിൽ നിന്ന് ഉച്ചയ്ക്കൊരു 2:45 ആയപ്പോഴായിരുന്നു ട്രെയിൻ. ഈ വരുന്ന ട്രെയിനാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഡയറക്റ്റ് തൃശ്ശൂരിലേക്കാണ്. അവിടുന്ന് 1 മണിക്കൂർ യാത്രയുണ്ട് എത്താൻ. അങ്ങനെ ട്രെയിനിലൊക്കെ കയറി സൈഡ് സീറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് സമയം പോയതറിഞ്ഞില്ല. ഗുരുവായൂർ എപ്പോഴൊക്കെ വന്ന് ദർശനം നടത്തണമെങ്കിലും നമ്മൾ തൃശ്ശൂരിലേക്കുള്ള ട്രെയിനാണ് വരുന്നത്. ഇവിടെ നിന്ന് ഒരു 1 hour ബസ് ട്രാവൽ കൂടിയുണ്ട്. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നത്. സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഈ ഷോപ്പിൽ കയറി ഫുഡൊക്കെ കഴിച്ച് നേരെ ബസ് പിടിച്ച് നമ്മൾ ഗുരുവായൂർ എത്തി. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ഹോട്ടൽ. ഇവിടെ നിന്നൊരു 7 minutes നടന്ന് നമുക്ക് ക്ഷേത്രത്തിലെത്താം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റേ ഒക്കെ ആയിരുന്നു. റൂംസൊക്കെ ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അങ്ങനെ റൂമിലൊക്കെ എത്തി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് ഇനി പുലർച്ചെ വേണം കേട്ടോ നമുക്ക് ദർശനം നടത്താൻ പോകാൻ. ക്ഷേത്രത്തിലെ പൂജാ സമയ വിവരങ്ങൾ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. നിർമ്മാല്യ ദർശനവും ഉച്ചപൂജയുടെയൊക്കെ സമയം കറക്റ്റ് അറിയാൻ പറ്റി. നമ്മൾ പുലർച്ചെ റെഡിയായി ക്ഷേത്രത്തിലേക്ക് പോകുവാണ്. ലൈറ്റായിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് കുഞ്ഞുനെയായിട്ട് നമ്മൾ പോയത്. കണ്ണനെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ച് ഞങ്ങളുടെ കൂടെ വന്നയാളാണ് കേട്ടോ ഈ നിൽക്കുന്നത്. വ്യാഴാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. എത്ര ഭക്തന്മാരാണല്ലേ ഭഗവാനെ കാണാൻ ദിവസവും എത്തുന്നത്. പുറത്ത് നിന്ന് തൊഴുത് നേരെ വഴിപാടിന് രസീതെടുക്കാനാണ് പോയത്. കുഞ്ഞിനെയും കൊണ്ട് ക്യൂവിൽ ഒരുപാട് സമയം ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ ക്യൂ വഴിയായിരുന്നു ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നത്. വിശേഷ ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു കല്യാണമൊക്കെ കൂടി ഇനി പുറത്ത് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. തൊഴുതിറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പ്രസാദം കൗണ്ടറിലേക്കാണ് പോയത്. അവിടെ നമ്മൾ നടത്തിയിരിക്കുന്ന വഴിപാടിൻ്റെ എല്ലാം പ്രസാദമൊക്കെ വാങ്ങി നല്ല ചൂടുള്ള പാൽപ്പായസം കിട്ടിയ വാട തന്നെ അങ്ങ് കുടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള പ്രിയങ്ക ഫാൻസിയിലേക്കാണ് നേരെ പോകുന്നത്. 5 രൂപ മുതൽ തുടങ്ങുന്ന ഒരുപാട് ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. എന്നെപ്പോലെ കുപ്പിവളകളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ധൈര്യമായി പോന്നോളൂ. നിങ്ങൾക്കുള്ള ഏത് കളർ വളകളും ഇവിടെ ഉണ്ട്. നേരെ റൂമിൽ പോയൊന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചു. ഇനി 3 മണിക്ക് തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ നമുക്ക് ട്രെയിൻ. നമ്മളിതാ ഇറങ്ങുകയാണ്. നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി പോയി. നമുക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 3 മുന്നേ എത്തണം. 3 മണിക്കാണ് നമുക്ക് ട്രെയിൻ. ഇനിയും ഉടനെ വരാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇതിനു മുമ്പും വന്നിട്ടുള്ളത് വെച്ച് സ്റ്റേ ചെയ്യാൻ ഒരു പെർഫെക്റ്റ് ഹോട്ടൽ എന്ന് എനിക്ക് തോന്നിയത് ഹരേകൃഷ്ണയാണ് കേട്ടോ. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയി കാണും വരെ ബൈ.